ദൈവവിശ്വാസം, കാരണം നമ്മൾ ഒരു ദൈവത്തെ വിശ്വസിക്കുക, ആ വിശ്വാസമാണ് നമ്മളെ ശരിക്കും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരുപക്ഷെ തിന്മയിൽ നിന്നും നന്മയിലേക്ക് നമ്മളെ നയിക്കുന്നതും നമ്മളെ യഥാർത്ഥ മാർഗത്തിലൂടെ നമ്മളെ കൊണ്ടുപോകുന്നതും ആ വിശ്വാസമാണ്. എത്രത്തോളമാണ് ആ വിശ്വാസം ഉള്ളത്? ദൈവത്തിൽ നന്നായി വിശ്വസിക്കുന്നുണ്ട്. ഞാൻ ഇന്ന് വരെ ഒരു അമ്പലത്തിലും കയറിയിട്ട് തൊഴുതിട്ടില്ല. ഇല്ല ഇല്ല. നമ്മുടെ വിശ്വാസം എവിടെയാണ്? ഹൃദയത്തിലാണ്. ഹൃദയത്തിൽ ആ വിശ്വാസം ഒരു ശക്തിയുണ്ട്, അത് ഉറപ്പാണ്. ആ ശക്തിയാണ് നമ്മളെ നയിക്കുന്നത്. ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ വിജയിച്ച് നിൽക്കുമ്പോൾ മാതാപിതാക്കൾ വളരെ നമ്മുടെ സ്വഭാവത്തിലും നമ്മുടെ വളർച്ചയ്ക്കും ഒരുപാട് സഹായിച്ച നമ്മുടെ മാതാപിതാക്കളാണ്. ഈ കാലഘട്ടത്തിൽ മാതാപിതാക്കളെ വൃദ്ധസദനത്തിലേക്ക് അയക്കുന്ന മക്കളുടെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാലും മാതാപിതാക്കൾ താങ്കളുടെ ജീവിതത്തിൽ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട്? നല്ലപോലെ സാധിച്ചിട്ടുണ്ട്. രണ്ടാളും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. ശരിക്കും ഒരു ഇടത്തരം കർഷക കുടുംബത്തിലാണ് താങ്കൾ ജനിച്ചത്. ഒരു കർഷകൻ്റെ മകനായിട്ടാണ്. അന്ന് 6 മക്കളെ പോറ്റുക, അല്ലെങ്കിൽ അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക, അവരെ മുന്നോട്ട് കൊണ്ടുപോവുക, ഇതൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അന്നത്തെ കാലഘട്ടത്തിൽ. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞങ്ങളെ അച്ഛൻ വളർത്തിയിരുന്നത് പഠിപ്പ് കഴിഞ്ഞ് വന്നാൽ നേരെ ഞങ്ങൾ തന്നെ സ്വന്തം തോട്ടങ്ങൾ എല്ലാ സ്ഥലത്താണ്. പുറത്തെ പണിയല്ല, അവിടെ നിർബന്ധമായിട്ട് അധ്വാനിക്കുവാൻ നമ്മളെ പഠിപ്പിച്ചു. അതെ അല്ലേ? അത് വലിയൊരു തന്നെയാണ്. ഒരുപക്ഷെ ആ അധ്വാനിക്കുവാനും നമ്മളെ പഠിപ്പിക്കാൻ സാധിച്ചത് കൊണ്ടാണ് താങ്കൾ അജ്മാലിൽ ആദ്യമായിട്ട് വന്നപ്പോൾ ഒരു ഹോട്ടൽ ജോലിയായിരുന്നത് അവിടെ ചെയ്യുവാനും ഇന്ന് ഈ അൾട്ടിമ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ജനറൽ മാനേജർ സ്ഥാനത്ത് ഇരിക്കുമ്പോഴും എന്ത് ജോലി ചെയ്യുവാനും നമ്മൾ തയ്യാറെടുത്തത് ബിക്കോസ് ഓഫ് ആ അധ്വാനശീലമാണ്. അതെ, അത് അന്നെല്ലാം കുറച്ച് വിഷമം ഉണ്ടായിരുന്നു. ചിലപ്പോൾ വല്ല കളിക്കാൻ പോകുന്ന സമയത്തായിരിക്കാം എന്തെങ്കിലും പണി തരിക, അപ്പോൾ കുറച്ച് വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു ഇത് ഇല്ലായിരുന്നെങ്കിൽ, അച്ഛൻ അന്ന് അങ്ങനെ വളർത്തിയില്ലായിരുന്നെങ്കിൽ ഇന്നൊന്നും ആവില്ല. അത് ഇന്ന് നന്ദിയോടെ സ്മരിക്കുകയാണ്. പതുക്കെ പറയാൻ പോലെ ശരിക്കും ആ ഒരു സ്മരണ, കാരണം നമ്മുടെ ജീവിതത്തിൽ മാതാപിതാക്കൾ ശരിക്കും നമ്മുടെ അനുഗ്രഹമാണ്. കാരണം അവരുടെ പ്രാർത്ഥനയാണ് നമ്മുടെ ഒരുപക്ഷെ ഇന്ന് നമ്മളെ നിലയിൽ കൊണ്ടെത്തിക്കുന്നത്. ആ ഒരു പ്രാർത്ഥനയും ഒക്കെ അവരിന്ന് ജീവിച്ചിരിപ്പില്ലെങ്കിലും നമ്മുടെ വിജയത്തിൽ എവിടെ നിന്നോ കണ്ട് സന്തോഷിക്കുന്നുണ്ടാവും. ഈ വിജയത്തിന്റെ രഹസ്യം ഹാർഡ് വർക്ക് തന്നെയാണ്, കഠിനാധ്വാനം. അതിന് പകരം വയ്ക്കാൻ വേറെ ഒന്നുമില്ല. നമ്മൾ ഏത് മേഖല എടുത്താലും അതിനോട് നമ്മുടെ ആത്മാർത്ഥതയോടുകൂടി, അത് ഏത് ജോലിയായാലും ശരി തന്നെ, അവിടെ ആത്മാർത്ഥതയോടുകൂടി നമ്മൾ കഠിനാധ്വാനം ചെയ്യുകയാണെങ്കിൽ വിജയിക്കാൻ സാധിക്കും എന്നുള്ളതാണ് താങ്കളുടെ ജീവിതാനുഭവം. കഠിനാധ്വാനം ഇന്ന് വാക്കിലും പ്രവൃത്തിയിലും എല്ലാം സീതയാവുക. അതെ, പ്രവൃത്തി ഒരുപാട് സപ്പോർട്ട് കിട്ടും. എൻ്റെ കൂടെ നിൽക്കുന്ന പല ആൾക്കാരും ഏത് സ്ഥലത്തുള്ളവരാന്ന് തന്നെ എനിക്കറിയില്ല, എല്ലാം കേട്ടറിഞ്ഞു വന്നവരാണ്. ഇന്ന സ്ഥലത്തേക്ക് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുള്ള ആൾക്കാരാണ്. ഇന്നും എൻ്റെ അടുത്ത് വിസ അടിക്കാൻ എൻ്റെ പുതിയ ലൈസൻസ് റെഡിയായി 25ഓളം പേര് നിൽക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ്? നമ്മൾ സത്യസന്ധമായിട്ട് പെരുമാറുന്നതുകൊണ്ടാണ്. എന്തൊക്കെയാണ് അൾട്ടിമ ചെയ്യുന്ന ആക്ടിവിറ്റീസ്? പെസ്റ്റ് കൺട്രോൾ ഉണ്ട്, അൾട്ടിമ പെസ്റ്റ് കൺട്രോൾ ഉണ്ട്, പാക്കിംഗ് ആൻഡ് ഫോർവേഡിംഗ് ഉണ്ട്, അതിൽ തന്നെ ക്ലീനിങ് സർവീസ് ഉണ്ട്, പിന്നെ അൾട്ടിമ ജനറൽ ട്രാൻസ്പോർട്ട്, അനിയൂര ജനറൽ ട്രാൻസ്പോർട്ട്, അനിയൂര പാസഞ്ചർ ട്രാൻസ്പോർട്ട് ആൻഡ് റെൻ്റൽ ബസ്. സാമൂഹ്യ പ്രതിബദ്ധത എന്ന് പറയും, നമ്മളിപ്പോൾ സമൂഹത്തിന് നന്മ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ആവശ്യത അനുഭവിക്കുന്ന സഹജീവികളായ മനുഷ്യരെ നമ്മൾ സഹായിക്കുക. എത്രത്തോളമാണ് ഒരു സാമൂഹ്യ പ്രതിബദ്ധത ഒരു മനുഷ്യന് ആവശ്യം? അർഹതപ്പെട്ട, ഇവിടെയായാലും നാട്ടിലായാലും അർഹതപ്പെട്ട എല്ലാ ആൾക്കാരും എന്നാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരുടെ പ്രാർത്ഥനയും നമുക്ക് ഉണ്ട്, ഒരു തണലായിട്ടുണ്ട്. അതൊരു പരസ്യത്തിന് വേണ്ടിയിട്ട് മറ്റുള്ള തരത്തിലൊന്നും ചെയ്യാറില്ല. ഏത് നാട്ടാരാന്ന് നോക്കാറില്ല, ഏതാളാന്ന് നോക്കാറില്ല. അത് എല്ലാം നമ്മൾ വലത് കൈ കൊണ്ട് കൊടുക്കുന്ന ഇടത് കൈ പോലും അറിയരുത് എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മളത് വളരെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അതെന്താ വെച്ചാൽ എൻ്റെ അനുഭവം തന്നെ ആണ്. ആ ആളുടെ അർഹതപ്പെട്ട ആളെന്നുണ്ടെങ്കിൽ ഞാൻ ചിന്തിക്കുന്നത് തന്നെയാണ് ഒരു കാലത്ത് നമ്മൾ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. ഇനി ഫ്യൂച്ചർ പ്ലാൻ എന്താണ്? ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇത് നല്ല നിലയിൽ നടത്തിക്കൊണ്ടുപോകാം. അതിന് ഏറ്റവും കൂടുതൽ ഒരുപാട് എംപ്ലോയീസിനെ നമുക്ക് അൾട്ടിമ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ കീഴിൽ ജോലി ചെയ്യാൻ സാധിക്കട്ടെ എന്നും അതിനുള്ള ആരോഗ്യം സർവേശ്വരൻ താങ്കൾക്ക് നൽകട്ടെ എന്നും ഈ തിരക്കേറിയ ഈ സമയത്ത് ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു സമയം കണ്ടെത്തിയതിൽ ഒരുപാട് നന്ദി. അൾട്ടിമ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഇന്ന് UAE
പ്രശസ്തിയിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുമ്പോഴും പഴയ കാര്യങ്ങൾ മറന്നിട്ടില്ലാത്ത, വന്ന വഴികൾ മറന്നിട്ടില്ലാത്ത ഒരു വ്യവസായിയുടെ കഥയാണ് നമ്മൾ കേട്ടത്. നമുക്ക് പ്രാർത്ഥിക്കാം ഒരുപാട് നന്മകൾക്ക് വേണ്ടി. ഇനിയും അദ്ദേഹത്തിന് സർവേശ്വരൻ ദീർഘായുസ്സും ആരോഗ്യവും കൊടുത്ത് ഒരുപാട് കുടുംബങ്ങൾക്ക് തണലാവാൻ കഴിയട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.